അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. 2001 നിന്ന് 2021 അല്ലേ ലീഡർ ഓഫ് ദ ഒപ്പോസിഷൻ ആയപ്പോൾ അതിനിടയിൽ നടന്ന ജേണിയിൽ ഹൈലൈറ്റ്സ് എന്താണ്? ശരിക്കും എന്താണ് സംഭവിച്ചത്? പ്ലാൻ ചെയ്തിട്ടാണോ ലീഡർ ഓഫ് ഒപ്പോസിഷനിലേക്ക് എത്തിയത്? അതിനിടയിലുള്ള കഥകൾ എന്താണ്? എനിക്കറിയാം 10 വർഷം ഭരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മിനിസ്റ്റർ ആകാനുള്ള ഓപ്പർച്യൂണിറ്റികൾ അങ്ങനെ കിട്ടാതെ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു എഫർട്ട് അങ്ങനെ എടുത്തിട്ടില്ല, ഈ ബിസിനസ്സിലെ പോലെ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ 2021 ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എല്ലാവരും ചേർന്ന് അങ്ങനെ തീരുമാനമെടുത്തു. 2021 എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനം ഏതാണ്? ഈ എല്ലാവരും സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിയിൽ പാഴായ ഭൂരിപക്ഷ പിന്തുണ എന്നൊരു അധ്യായമുണ്ട്. VD സതീശന്റെ ചതിയുടെ ആഴം തുറന്നു കാട്ടുന്ന ആ വാക്കുകൾ ഇങ്ങനെയാണ്: നിയമസഭ ചേരുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെയും കണ്ടെത്തണമായിരുന്നു. അദ്ദേഹമാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവുക. 99-41 കക്ഷിനില. ആളെണ്ണത്തിൽ 2016 ദുർബലം. പാർട്ടിയെയും മുന്നണിയും സമർത്ഥമായി നയിക്കണം. 21 MLA-മാരിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു. എന്നാൽ ഹൈക്കമാൻഡിന്റെ മനോഗതം വേറെയായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് VD സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരു വിവാദവുമില്ലാതെ ഈ അധ്യായം അവസാനിപ്പിക്കാമായിരുന്നു. കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. എല്ലാവരും കൂടി നേരായ വഴിയിലൂടെ ആക്കിയതല്ല VD സതീശനെ. ഡൽഹിയിലെ ബന്ധം ഉപയോഗപ്പെടുത്തി KC വേണുഗോപാലിനെ മുന്നിൽ നിർത്തി ചെന്നിത്തലയെ പിന്നിൽ നിന്ന് കുത്തിമിളർത്തിയാണ് സതീശൻ പ്രതിപക്ഷ പദവി തട്ടിയെടുത്തത്. എന്നിട്ടാണ് ഇപ്പൊ വലിയ വായി തള്ളുന്നത് എല്ലാവരും കൂടെ ആക്കിയതാണെന്നൊക്കെ. ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇന്ദിരാഭവന്റെ മുന്നിൽ കൂടെ പോലും സതീശന്റെ അടുത്ത് എത്തിയിട്ടേ ഇല്ല.